ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ സെറാമിക്കോഡിൻ്റെ മൂല എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന സൈറ്റ് ഈ കോണിക്കൂട് ഒരു 2 ഭാഗത്തേക്ക് ചെരിവുള്ള ഒരു ജാനി മോഡൽ, ഒരു 4 മീറ്റർ നീളം വരുന്ന ചെറിയൊരു ചെരിവുള്ള 2 സൈഡിലേക്ക് ചെരിഞ്ഞൊരു വാർപ്പിലാണ് നമ്മളിപ്പോൾ ഈ മൂല ഇവിടെ കെട്ടണത്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ഇപ്പം ഒരു ഡ്രില്ല് ഉപയോഗിച്ചിട്ട് ഒരു ഹോൾസ് ഉണ്ടാക്കുന്നത് കാണാൻ കഴിയും. അതെന്തിനാന്ന് വെച്ചാൽ ആ ഹോൾസിന് നമ്മൾ 8M ബിറ്റാണ് ഇട്ടിട്ടുള്ളത്. 8M ബിറ്റ് ഇട്ടിട്ട് നമ്മളൊരു ഹോൾസ് ഉണ്ടാക്കിയിട്ട് ഒരു 8M കമ്പി അതിലേക്ക് വെച്ചു. അതായത് ആ തലയിൽ നിന്ന് ഒരു 70 സെൻറ്റിൻ്റെ ഗ്യാപ്പേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അത് 70 80 കൊടുത്താലൊന്നും കുഴപ്പമുള്ള കാര്യമില്ല, ഇനി പറ്റ വക്കത്ത് കൊടുത്താലും കുഴപ്പമുള്ള കാര്യമില്ല. അതുപോലെ ഞങ്ങളിതാ ഈ സൈഡിലേക്കും ഒരു ഹോൾസ് കൊടുക്കുന്നുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ ഈ 3-ാം നിലൻ്റെ മുകളിൽ 2-ാം നിലൻ്റെ മുകളിലൊക്കെ ചില ഏരിയകളിൽ നല്ല ശക്തിയായിട്ട് കാറ്റ് പിടിക്കും. നമ്മളെ സാധാ മണ്ണിൻ്റെ ഓടുകൾ നമ്മൾ മൂലോടിൻ്റെ സൈഡിലൊക്കെ സിമെൻറ്റ് വെക്കുമ്പോൾ കാറ്റ് മാറിപ്പോവും. അതുപോലെ ഇതിനങ്ങനല്ല, ഇതിൻ്റെ ഉള്ളിലൂടെ കാറ്റ് പിടിച്ച് കഴിഞ്ഞാൽ ഇതെന്താവും, മൂലോട് മൊത്തമായിട്ട് പോകുന്ന ഒരുപാട് സൈറ്റുകൾ നമ്മളെ ചുറ്റുവട്ടത്ത് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഫുൾ സേഫ്റ്റിയിൽ ചെയ്യുക. ഇവിടെ നമ്മളിതാ ഒരു കമ്പി ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളെ ഓരോ വീഡിയോ കാണുമ്പോൾ ഇതിൻ്റെ ഐഡിയകളൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ 2 കമ്പി കൊടുത്ത് ഇനി ചെയ്യണതാണ് കോൺക്രീറ്റിൻ്റെ അടുത്ത സേഫ്റ്റി. കോൺക്രീറ്റിൻ്റെ സ്റ്റീലാണിമേൽ നമ്മൾ എന്ത് ചെയ്യും, അലുമിനിയം വൈൻഡിങ് വയർ ഒരു 50 സെൻറ്റുള്ള നീളം വരുന്ന 3 അലുമിനിയം വൈൻഡിങ് വയർ അതിന്മേൽ ചുറ്റി പിരിച്ച് വെച്ചിട്ട് അതും പാടെ നമുക്കിവിടെ സെറ്റാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഈ മെഷീനോണ്ട് 2 വര എടുത്തെടുത്ത് 2 വര ഇട്ട്, അതായത് ആ വര മിനിമം 1 ഇഞ്ച് സ്ലേവിൽ ചാലായി മാറും കേട്ടോ. ആ 1 ഇഞ്ചിൽ നമ്മളെന്ത് ചെയ്യുക, ഈ 2 ആണി അതിലടിച്ച് വെക്കുക. നിങ്ങൾക്ക് ഇവിടെ അടിക്കണത് കാണാൻ കഴിയും. ഇതിപ്പോൾ നമ്മൾ ഈ ആണി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വൈൻഡിങ് വയർ കെട്ടുന്നതോട് കൂടിയിട്ട് ഈ പാത്തിയിലാണ്, നമ്മൾ PVC പാത്തിയിലാണ് ഇതിൻ്റെ മൂലോട് ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പിടുത്തത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. കണ്ടോ, ഒരു ചെറിയൊരു 3-4 ഇഞ്ച് ഡിസ്റ്റൻസിൽ നമ്മൾ 2 കമ്പി വൈൻഡിങ് വയർ സെറ്റ് ചെയ്ത് കാണാൻ കഴിയും. അതൊക്കെ ഒരൊറ്റ മൂലയിൽ നമ്മൾ ഈ കാണുന്ന മൂല കറക്റ്റ് മൂല മനസ്സിലാക്കിയിട്ട് വെച്ചാൽ മതി. നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റായിട്ട് നൂലൊക്കെ അടിച്ച് വെക്കാനൊക്കെ ഉള്ളൂ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം മൂലോടിന് 6 ഇഞ്ചിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട്, ഗ്യാപ്പ് വരുന്നുണ്ട്. അതിനുകൊണ്ട് ആ കയ്യിൽ മൂടിപ്പോവും. ഇനി ഇതാ അതുപോലെ അവിടെയും വെക്കണത് നമുക്ക് കാണാൻ കഴിയും. അപ്പം മൂലോട് ഇങ്ങനെ വെക്കുന്ന സമയത്ത് എല്ലാവരും നല്ല ശ്രദ്ധിക്കണം. കാരണം കാറ്റ് പിടിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് നല്ലൊരു സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് കാണിച്ചു തരുന്നത്. കേവലം നമ്മൾ സിലിക്കോണിനെ മാത്രം ആശ്രയിച്ച് കണ്ട് ഒരിക്കലും മൂലോട് ഫിറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ബാക്കിൽ മൂലോട് 10-40 വീണ ഒരു വീഡിയോ ഒക്കെ ഞങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതുപോലെ ഇതൊക്കെ ആ ആണിയും അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഇതിൻ്റെ തള്ളവരി തള്ളവരി ഇവിടെ ഇല്ലായിരുന്നു. ഒരു വരി പട്ടികൻ്റെ കുറവുണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ കോൺക്രീറ്റൊക്കെ പച്ചക്ക് ഇപ്പം തന്നെ കോൺക്രീറ്റ് ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു ചെരിവിനനുസരിച്ച് 2 വരി, അതായത് റോഡിൻ്റെ ഒരു കഷ്ണം വ്യൂ ഇല്ലാത്ത ഭാഗത്തേക്ക് വ്യൂ ഉള്ള ഭാഗത്തേക്ക് നല്ല മുറിക്കഷ്ണം വെച്ചിട്ടുണ്ട്. ഇവിടെ കാണാൻ കഴിയും. ഇതിൻ്റെ മുറി പോയപ്പോൾ നമ്മളിതാ ഇതിന്മേൽ ഒരു ആണി കൊണ്ട് ചെറിയൊരു വരട്ട് കണ്ട് മൂലോടിൻ്റെ ഉള്ളിൽ പോകുന്ന കോലത്തിൽ ആണി കുമ്മായത്തിൽ വെച്ച് കണ്ടാണ് ആ കഷ്ണം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് സിലിക്കോൺ അവിടെ ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. അതായത് ഇന്ത്യക്കാർക്ക് ഫുൾ കോൺട്രാക്റ്റ് കൊടുത്ത വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യക്കാർ കെട്ടിയ പട്ടികയാണ്. അപ്പോൾ ഓൾക്ക് വല്ല ഐഡിയ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അത് പ്രശ്നമുള്ള കാര്യമല്ല. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതാ പാത്തി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പാത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ വിരിക്കാൻ പോണ ഈ സ്ലേവിന് 4 മീറ്റർ നീളേ ഉള്ളൂ. അതുകൊണ്ട് ഒരുപാട് 7-8 മീറ്ററൊക്കെ ഉള്ള നീളമുള്ള വരുന്ന സ്ഥലത്ത് എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. നമ്മൾ ആ പാത്തി കറക്റ്റ് ആ സ്ലേവിൽ വെച്ച് കഴിഞ്ഞിട്ട് അതിന്മേലൊരു മൂലോട് വെച്ചാൽ 2 ഭാഗത്തേക്കും ഓരോ സെൻറ്റിൻ്റെ ഗ്യാപ്പ് കാണാൻ കഴിയും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഒരു കമ്മട്ടം അതിന്മേന്ന് 1 ഇഞ്ച് മുറിച്ച് ഒഴിവാക്കണതാണ് നിങ്ങൾ കാണുന്നത്. കണ്ടോ, സിമ്പിൾ സ്പീഡാക്കിയിട്ട് ചെയ്യുക, അല്ലാതെ അതിനൊന്നും ഇരുന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമില്ല. കണ്ടോ, ഇപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം കറക്റ്റ് മൂലോട് അപ്പുറത്തും കാണൂല ഇപ്പുറത്തും കാണൂല. അതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ മൂലോടൊക്കെ വാങ്ങുമ്പോൾ 6 ഇഞ്ചിൻ്റെ ഡിസ്റ്റൻസ് ഉള്ള മൂലോട് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. 5 ഇഞ്ച് ഡിസ്റ്റൻസ് ഉള്ള മൂലോട് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ മൂലോട് വാങ്ങുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ആ മൂലോടിൻ്റെ ബാക്കിൽ ആണി ഇടാനുള്ള സൗകര്യം, അതായത് ഹോൾസ് ഉള്ളത് മാത്രം വാങ്ങുക. ഇനി ഹോൾസ് ഇല്ലാത്ത മൂലോടുകളാണെങ്കിൽ നമ്മൾ ഹോൾസ് ആക്കിയിട്ട് മാത്രമേ PVCയിൽ ഫിറ്റ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് നമ്മളെ വീടിൻ്റെ ഓടിനനുസരിച്ച് പാത്തിൻ്റെ കളർ, കറുപ്പ് ഓടാണെങ്കിൽ കറുപ്പ് പാത്തി വാങ്ങാം, അല്ലെങ്കിൽ ചുവന്ന ഓടാണെങ്കിൽ ചുവന്ന പാത്തിയൊക്കെ വാങ്ങാം. ഇനി അത് ഓടിൻ്റെ കളറിനനുസരിച്ചുള്ള പാത്തി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പേടിക്കാനില്ല, അതൊന്നും ആൾക്കാർ കാണൂല. ഇപ്പോൾ കണ്ടോ, ഞങ്ങളൊരു തോത് ഉണ്ടാക്കിയെടുത്ത്, കറക്റ്റ് ഒരു തോത്. ആ തോത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളാക്കിയിട്ട് പെട്ടെന്ന് മൂല വെച്ച് തീർക്കാനാണ് ആ തോത് ഉണ്ടാക്കിയിട്ടുള്ളത്.
കണ്ട ആണി അതിൽ കൊളുത്താൻ വേണ്ടിയിട്ട് നമ്മൾ മെഷീനോട് ചെറിയ ചാലുകൾ ഉണ്ടാക്കുക. ഒരിക്കലും സിലിക്കോണിന് മൂല വെക്കരുത്. PVC പൈപ്പിൽ സിലിക്കോണിന് മൂല വെച്ചിട്ട് കൂട്ടത്തോടെ കിഴിഞ്ഞു പോയ സംഭവങ്ങളാണ് നമ്മൾ പറയണത്. അതിനെക്കൊണ്ട് ഒരിക്കലും ഇതുപോലെ മെഷീനോട് ഒരു വര വരയ്ക്കരുത്. തോതുണ്ടാക്കിയെടുക്കുക. നമ്മൾ 2 ഓട് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് സിമ്പിളാക്കിയിട്ട് തോതുണ്ടാക്കിയെടുക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിതാ അതൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ അളവാണ് അപ്പോൾ കാണിച്ചു തരുന്നത്. ഒരു മൂലോട് വെക്കുക, അടുത്ത മൂലോട് വെച്ചിട്ട് കറക്റ്റ് അതിൻ്റെ ഒരു അളവ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിങ്ങനെ സിമ്പിളാക്കിയിട്ട് വെച്ചുകൊണ്ട് പോകാം. അപ്പം ഇനി നമ്മൾ ഇതിൻ്റെ മൂല എങ്ങനെ വെക്കണമെന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഈ വെക്കണ 8M കമ്പിയിൽ നമ്മൾ ഓടിന് പട്ടിക കെട്ടണ സമയത്ത് തന്നെ വെക്കുകയാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് അതിൽ ഗ്രൗട്ടിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചാൽ നല്ല സെറ്റിംഗ് ഉണ്ടാവും. ഇപ്പോൾ കണ്ടോ നമ്മൾ ആ കറക്റ്റ് ആ കമ്പിയിലേക്ക് കറക്റ്റ് ഇറക്കി വെച്ചിട്ടുണ്ട്. കമ്പിയിലേക്ക് ഇറക്കി വെച്ചിട്ട് ആ ബാക്കി വരുന്ന കമ്പി എന്ത് ചെയ്യുക, കട്ട് ചെയ്യാം. ഇപ്പം ഇവിടെ ആ കമ്പിയൊക്കെ കട്ട് ചെയ്ത് ഫുൾ സെറ്റാക്കി സാധനം കണ്ടോ. കറക്റ്റ് ഒരു 1/2 സെൻറ്റ് പൊന്തി നിൽക്കുന്നത് കാണാൻ കഴിയും. നമ്മൾ ഷോ ഇല്ലാത്ത ഓവർ നല്ല കുത്തനെ ചെരിവുള്ളിടത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഇത് 1 ഇഞ്ച് പൊക്കിയിടുക. 1 ഇഞ്ച് ആ പൈപ്പ് ആ കമ്പി പൊക്കിയിട്ടിട്ട് നമ്മൾ വെക്കണ ആ മൂലോടിനും ചെറിയ ഓട്ട കൊടുത്തിട്ട് അതിൽ സിലിക്കോൺ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ 8M കമ്പി താങ്ങും. അതുപോലെ ഞാൻ അടുത്ത സ്റ്റെപ്പാണ് ഈ കാണിക്കുന്നത്. നമ്മൾ ഈ വൈൻഡിങ് വയർ നമ്മളിവിടെ നേരത്തെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വൈൻഡിങ് വയർ കറക്റ്റ് 2 ചാലിട്ടുകാണ്ട് ആ ചാലിലൂടെ മുകളിലേക്ക് കയറ്റി ഇനി നമ്മൾ കെട്ടുക ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അലുമിനിയത്തിൻ്റെ വൈൻഡിങ് വയറാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇവിടെ ഞങ്ങൾക്ക് ലോക്ക്ഡൗൺ ആയപ്പോൾ കട തുറന്നിട്ടില്ല, കുറച്ച് മുമ്പ് വന്ന ഓടാണ്. അപ്പോൾ ഞങ്ങൾ ഈ തൽക്കാലം ഇത് മതി, കാരണം നമുക്കറിയത് എത്രത്തോളം നിൽക്കുന്നില്ല ഞങ്ങൾക്ക് അറിയണോണ്ട് അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. അപ്പോൾ അത് കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ പറയാനുള്ള എന്താ വെച്ചാൽ നമ്മൾ ഈ കാണുന്ന സൈറ്റിൽ 4 മീറ്റർ ഈ പാത്തിക്ക് നീളം വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു കടയിൽ പോയിക്കാണ്ട് പാത്തി വാങ്ങുമ്പം മിനിമം ഇന്നത്തെ കാലത്ത് ഒരു ലെങ്ത്ത് പാത്തി എന്ന് പറഞ്ഞാൽ ആദ്യം 6 വന്നിരുന്നു, ഇപ്പോൾ 5 ആണ് വരുന്നത്. 5 മീറ്ററാണ് ഒരു പാത്തി. അപ്പോൾ ചില വീടിൻ്റെ മൂലകളിൽ നമുക്ക് കാണാൻ കഴിയും 7 മീറ്റർ 8 മീറ്ററൊക്കെ നീളം ഉണ്ടാവും. അപ്പം ഈ കടകളിൽ നിന്ന് നമുക്ക് 5 മീറ്ററേ ഒരു ലെങ്ത്ത് പാത്തി കിട്ടുള്ളൂ. അപ്പോൾ ഈ 8 മീറ്റർ തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 5ൻ്റെ വേക്ക് തന്നെ ഒരു 3 മീറ്ററും കൂടെ ലാപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ആ സിറ്റുവേഷനിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം 2 പാത്തികൾ തമ്മിൽ എങ്ങനെ ലാപ്പ് ചെയ്യുക, അതിലെങ്ങനെ ഓട് വെക്കാമെന്നൊക്കെയുള്ള വീഡിയോ ഞങ്ങൾ ഇതിൻ്റെ വേക്കിൽ കാണിച്ചു തരുന്നുണ്ട്. സംഭവം സിമ്പിളാണ്. കാരണം പറയാനുള്ള എന്താ വെച്ചാൽ പല വീടുകളിലും ഇങ്ങനെ ലാപ്പ് ചെയ്ത ഒരു പീസ് വീണ് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയണത് എന്താ വെച്ചാൽ നമ്മൾ ഒരു 7 മീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 7 മീറ്ററുള്ള മൂലയെ 3 ആക്കി ഡിവൈഡ് ചെയ്യുക. 3 ഹോൾസ് കൊടുത്തിട്ട് 8M കമ്പി കൊടുക്കുക. അതായത് നമ്മളെ പാത്തി 5 മീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ തറക്കലൊന്നും ആ 5 മീറ്ററിൻ്റെ കുറച്ച് 4.5 മീറ്ററിലൊന്നും പിന്നെ 3/1 കൊടുത്തിട്ട് നമ്മൾ ആ മൂലയിലെ പാത്തി സെറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ അതുപോലെ ഇത് മൂലോട് വെക്കണത് ഇപ്പം കാണാൻ കഴിയും. ഇങ്ങനെ മൂലോട് വെക്കുമ്പോൾ പൊതുവേ പല ആളുകൾ ഇങ്ങനെയല്ല മൂലോട് വെക്കൽ. കാരണം ഇങ്ങനെ മൂലോട് വെക്കുമ്പോഴുള്ള ലാഭം എന്താ വെച്ചാൽ നമുക്കൊരു വീടിൻ്റെ മൂലകൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് 2-3 ആൾ പോയിക്കാണെങ്കിൽ ഒരു വീടിൻ്റെ ഫുള്ള് മൂലോട് നമുക്ക് പെട്ടെന്ന് വെച്ച് തീർക്കാൻ കഴിയും. പിന്നെ നമുക്കൊരു 1000 സ്ക്വയർ ഫീറ്റുള്ള വീടിന് നമ്മൾ 10-15 സിലിക്കോണൊക്കെ വാങ്ങണ പല ആളുകളും 10-15 സിലിക്കോണൊക്കെ വാങ്ങാറുണ്ട്. പക്ഷേ ഈ സൈറ്റിൽ ഒരു സിലിക്കോൺ നിങ്ങൾക്ക് ഓടിയും തൊടുന്ന് കാണാൻ കഴിയില്ല. സിലിക്കോൺ മെയിനായിട്ട് ഉപയോഗിക്കേണ്ടത് ചെരിഞ്ഞ മൂലകളിൽ നമ്മൾ ഈ മൂലോടിൻ്റെ പീസുകൾ ചെറിയ പീസൊക്കെ വരുന്ന സമയം. കാരണം നമുക്കറിയാം ഇതിൻ്റെ മൂലോട് എന്ന് പറഞ്ഞാൽ ആപ്പാടെ 5 ഇഞ്ചിൻ്റെ 6 ഇഞ്ചിൻ്റെ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. സാധാ മണ്ണിൻ്റെ മൂലോടൊക്കെ ഒരുപാട് വലിയ 8 ഇഞ്ചോളം ഡിസ്റ്റൻസ് വരുന്നുണ്ട്. അപ്പോൾ ലീക്ക് ആവാതെക്കാൻ നമ്മൾ മൂലോടിന് വേണ്ടിയിട്ട് കറക്റ്റ് കട്ട് ചെയ്യാം. കട്ടിങ് ഗ്യാപ്പ് കൊടുക്കരുത്. പിന്നെ നമ്മൾ ഏതായാലും സിമെൻറ്റ് വെക്കൂല, അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ലീക്കാവാൻ സാധ്യത കൂടുതലാണ്. അതിനുകൊണ്ട് കറക്റ്റ് നൂല് വരച്ചിട്ട് 2 ഭാഗത്തും അടുപ്പിച്ച് കട്ട് ചെയ്തിട്ട് വേണം മൂലോട് വെക്കാൻ. നമുക്ക് അത്രത്തോളം സേഫ്റ്റി കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മൂലോടൊക്കെ വിരിച്ചിട്ട് ഏകദേശം ഇവിടെ എത്തിയത് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ സിമ്പിളാണ് സംഭവം. കാരണം ഒരു മൂലോടിന് 70 മുതൽ 90-100 റുപ്യ വരെയാണ് ഒരു മൂലോടിൻ്റെ റേറ്റ്. അപ്പോൾ നമുക്കൊരു 10 മൂലോട് വീണ് കഴിഞ്ഞാൽ എത്ര നഷ്ടം വന്ന്. പിന്നെ അതിൻ്റെ മുകളിൽ ഓടി വിരിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ട് മൂലോട് വെക്കുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നല്ല റിസ്ക്കുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് അറിയാത്ത ആളുകളൊക്കെ ഉണ്ടാവും, അവർക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് ഇതാ ആ കറക്റ്റ് ജാനിൻ്റെ ആ മറിയിൽ നിന്ന് വെച്ച് പോന്നിട്ട് നമുക്കിതാ ലാസ്റ്റ് ഒരു മൂലയിൽ ഒരു പീസും കൂടെ വന്നിട്ടുള്ളൂ. അതൊക്കെ ഒന്ന് പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വർക്ക് കഴിഞ്ഞ്. ഇനി നമ്മൾ ചെരിഞ്ഞ ലെങ്ത്ത് കൂടിയ മൂലകളിൽ എങ്ങനെ മൂലോട് വെക്കുക, അതുപോലെ 2 പാത്തികൾ തമ്മിൽ എങ്ങനെ ലാപ്പ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു പുതിയ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നമ്മൾ എല്ലുംപാടെ ഒരു വീഡിയോയിൽ ഫാസ്റ്റാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല.
എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ലൈക്ക് അടിക്കുക, കമൻ്റൊക്കെ ഇതിനടിയിൽ പറയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.